ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നല്ല ഒരുങ്ങി സെറ്റായിട്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഞാനിപ്പം ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചത് കുട്ടി വീഡിയോ ആയിരിക്കും കേട്ടോ. കാരണം ഇവിടെ ഇവിടെ എന്താണെന്ന് ഇവിടെ ആക്ച്വലി നമ്മളുടെ ഹൗസ് ഓണറിൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരുടെ ഫസ്റ്റ് ദീപാവലിയുടെ ആണോ എന്തോ ഒരു ഫംഗ്ഷനാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ രാവിലെ വന്നാക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫംഗ്ഷന് ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ ഫംഗ്ഷനാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഓർത്തു അവരുടെ വീട്ടിൽ എന്തെങ്കിലും കുട്ടി പരിപാടി അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരം മുമ്പ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടേക്ക് ഫുള്ള് എന്താ പറയുക, ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അവർ പന്തലൊക്കെ ഇട്ട് ഭയങ്കര മറ്റേ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ആൾക്കാർ വന്നൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്തോ ഒരു പരിപാടിയാണെന്ന്. അപ്പോൾ 2 മണിയാകുമ്പം ചെല്ലാനാണ് കേട്ടോ പറഞ്ഞപ്പോൾ. രാവിലെ ഇന്ന് ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ രാവിലെ ഞാനോർത്ത് ഉച്ചയ്ക്ക് ചെല്ലാൻ നമ്മളെ വിളിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞാന്ന്. അപ്പോൾ ഞാൻ രാവിലെ എല്ലാം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും രാവിലത്തെ ഫുഡുമായിട്ട് വന്നു കേട്ടോ. അപ്പം രാവിലെ വന്ന് ചോദിച്ചിരുന്നു, അപ്പം ഏട്ടൻ 2 പേരും ഉണ്ടാവുമോ ചോദിച്ചപ്പോൾ ഞാൻ ഏട്ടൻ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എനിക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് വന്നു. ഉച്ചയ്ക്ക് ഇപ്പോൾ ചെല്ലാൻ പറഞ്ഞ് 2 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എനിക്കാണെങ്കിൽ പോകണം, എന്താ വേണ്ട എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം എനിക്ക് എന്ത് സംഭവമാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം കാണാൻ പോകുന്നത്. അപ്പോൾ അതൊരു വ്ളോഗ് എടുക്കുക, ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും, പക്ഷേ ഒരു കുഞ്ഞു വ്ളോഗ് പറ്റുന്ന അത്രയും ക്യാപ്ചർ ചെയ്യാം കേട്ടോ എനിക്കിപ്പം. കാരണം അവിടെ ഒത്തിരി ആൾക്കാരുള്ളതല്ലേ, അപ്പോൾ അവരുടെ പ്രൈവസിയൊക്കെ നമ്മൾ മാനിക്കണമല്ലോ. അവർക്ക് ഇഷ്ടമാണോ അങ്ങനെയൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം ജനറലി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ കാണിച്ചു തരാം. എനിക്കറിയില്ല എന്താ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞാൻ ഈ പന്തലൊക്കെ ഇടുന്ന കണ്ടപ്പോഴാണ് കേട്ടോ ഇത്രയ്ക്ക് വലിയ ഫംഗ്ഷനാണോ എന്ന് വിചാരിച്ച് തുടങ്ങിയത്. ആദ്യം ഞാൻ വിചാരിച്ചു ഒരു വീട്ടിലുള്ളവർ മാത്രമേ കാണുകയുള്ളൂ, നമ്മളെ ദിവാലിക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഫംഗ്ഷനാണെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇത് എന്ത് ഫംഗ്ഷനാണ് എന്ത് കാര്യമാണെന്ന് ഞാനിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു ഓരോ കാര്യങ്ങളും. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അവസാനം എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് വന്നു. കാരണം കുറച്ച് പേരല്ലേ അവർ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുകയുള്ളൂ, ബാക്കി കൂടുതലും ഒരു തെലുങ്ക് തന്നെയാണ്. പിന്നെ ഈ കൊച്ചു കുട്ടിയുണ്ടല്ലോ, ഇവളുമായിട്ട് കളിച്ചങ്ങനെ കുറേ സമയമൊക്കെ നമ്മളുടെ പോയി. അത് കഴിഞ്ഞൊരു 1 hour റെസ്റ്റ് എടുക്കാൻ വന്നു ഞാൻ. സോ ഗൈസ്, നമ്മൾ പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. പോയിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഫംഗ്ഷനല്ല കേട്ടോ, ഫംഗ്ഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം സമയം 4 മണി 4:30 പക്ഷേ അയ്യോ ഒരു മിനിറ്റ്, ഫംഗ്ഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഫംഗ്ഷൻ അവർ കുറേ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് 2 o'clock നമ്മളോട് ചെല്ലാൻ പറഞ്ഞത് ഫുഡാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ്, രാവിലത്തെ ഫുഡ്, ഉച്ചയ്ക്കത്തെ ഫുഡ്, വൈകിട്ടത്തെ ഫുഡ് ഒക്കെയ്ക്കും നമ്മൾ ചെല്ലണം. അയ്യോ ഞാൻ 2 മണിക്ക് പോയിട്ട് ഇപ്പം വരുന്നത് 4:30 ആയപ്പോഴാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടുത്തെ ഏറ്റവും 3 കുട്ടികളാണ്. അവിടുത്തെ ഏറ്റവും ഇളയ കുട്ടിയായിട്ടാണ് ഞാൻ കുറച്ചുകൂടെ കമ്പനി കേട്ടോ. അപ്പോൾ അവൾ റെഡി ആവാനായിട്ട് പോയിരിക്കും. അപ്പോൾ ഇനിയും 1 hour എടുക്കുമെന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോയിട്ട് കുറച്ച് നേരം കിടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് നല്ല ക്ഷീണമായിട്ടോ. ക്ഷീണമൊന്നുമല്ല, ഫുഡ് കഴിച്ചിട്ട് വയ്യാതായി. വെജാണെങ്കിലും ഇവിടുത്തെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെന്നിട്ട് ഫംഗ്ഷൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ, ഫുഡ് കഴിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഫുഡ് കഴിക്കുന്നിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. പിന്നെ അവിടെ ഒരു കുഞ്ഞ് ബേബി ഉണ്ട് കേട്ടോ. അവൾ കഴിഞ്ഞൊരു ദിവസം ഇവിടെ വന്നപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഞാൻ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തായിരുന്നു. അവൾ എന്നെ ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുമായിട്ട് കുറേ നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഒരു 1 hour റെസ്റ്റ് എടുത്തിട്ട് അവരെല്ലാവരും വീണ്ടും റെഡി ആവാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി റെഡിയൊന്നും ആവുന്നില്ല. ഞാൻ ഈ റെഡിയായ കോലമൊക്കെ തന്നെ ധാരാളമാണ്. എനിക്ക് തീരെ വയ്യ സത്യം പറഞ്ഞാൽ. ഞാൻ ഓർത്ത് ഫുഡ് അങ്കിളിൻ്റെ അടുത്ത് കുറച്ച് തരാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിള് വീണ്ടും കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം ഉറങ്ങിയാൽ ശരിയാവുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെന്തായാലും ഇതിനൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ പൂജയല്ല, എന്തോ ഒരു ചടങ്ങ് അത്രേ ഉള്ളൂ. പക്ഷെ ഇത് കുറേ ടൈം എടുക്കും എന്ന് പറഞ്ഞാൽ, അത് കുറേ ടൈം എന്ന് പറഞ്ഞാൽ ഒരു
2 hours എന്തായാലും എടുക്കുമെന്നാണ് പറഞ്ഞത്. ഐ മീൻ ചടങ്ങ് അത്രയും നേരമുണ്ട്, തുടങ്ങാൻ ഇനിയും 1 hour എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം ഇരുന്നിട്ട് വൈകിട്ട് എന്തായാലും ഫംഗ്ഷൻ ഉള്ളതൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ നിൽക്കുന്നത്, ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഓർത്തേം കുറച്ച് വെള്ളം കുടിക്കട്ടെ. എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റിയില്ല. ഞാൻ വെള്ളം കുടിക്കാൻ എടുത്ത് വന്നപ്പോഴത്തേക്കും ആ കുഞ്ഞ് അവളെൻ്റെ അടുത്ത് വെള്ളം ചോദിച്ചു കേട്ടോ. പിന്നെ ഞാൻ അവൾക്ക് കൊടുത്ത് വെള്ളം. പിന്നെ ഞാൻ സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. വെള്ളം കുടിക്കാനൊക്കെ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് ബാക്കി വൈകിട്ടത്തെ വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തൊട്ട് കാത്തിരുന്ന ഫംഗ്ഷൻ ഇതാ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ എന്താ വന്നിപ്പം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിറച്ച അരിയാണ്, അരിക്കകത്തെന്തോ മഞ്ഞൾ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അരി. ഇതായിരിക്കണതാണ് കേട്ടോ ചെക്കനും പെണ്ണും പോയി അതായിരിക്കണതാണ് ചെക്കനും പെണ്ണും. പിന്നെ അവരുടെ കൂടെ അവരുടെ അച്ഛനും ചെറുക്കൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും. ഫസ്റ്റ് ഇവർക്ക് കുറച്ച് ഡ്രസ്സ് കൊടുക്കും കേട്ടോ. എന്നിട്ട് അവർ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ചെറുക്കൻ്റെയും പോട്ടെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും പിന്നെ എനിക്ക് തോന്നുന്നു അവരുടെ മീൻസ് മൂത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു, അവർ മറ്റേ സിന്ദൂരമൊക്കെ തൊട്ട് കൊടുക്കും. അവർക്ക് തിരിച്ചും അങ്ങനെയൊക്കെ തൊട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അതാ ഈ സാരി ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ, അത് ആക്ച്വലി പെണ്ണിനും ചെറുക്കൻ്റെ അമ്മയ്ക്കും, അതായത് ലേഡീസിന് അവരിങ്ങനെ സാരി ഇട്ട് കൊടുക്കും. അതുപോലെ ജെൻസിന് അവരെന്താ ചെയ്യുക, നമ്മുടെ തോർത്തില്ലേ, വലിയ തോർത്തിങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ ദൈമുല്ലപ്പൂ മാല ഇങ്ങനെ ഇട്ട് കൊടുക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും ഈ മാല ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇവരുടെ തലയിൽ നമ്മൾ ഈ രാജാക്കന്മാരുടെ അല്ല, എനിക്ക് തോന്നുന്നത് ഈ നോർത്ത് ഇന്ത്യൻ കല്യാണങ്ങളിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ കുതിരപ്പുറത്തൊക്കെ വരുന്നവരുടെ ഈ തലയിൽ ഇങ്ങനെ മുല്ലപ്പൂ വെച്ചിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന, അതുപോലെ ഫുള്ള് തൂങ്ങിയൊന്നും കിടക്കുന്നില്ല, 2 സൈഡിലേക്കും തൂങ്ങിയൊക്കെ കിടക്കുന്ന രീതിയിൽ അങ്ങനെ ഫ്ലവറോടെ വയ്ക്കും കേട്ടോ. അവരുടെ എന്തോ ട്രഡീഷണൽ ആ ഒരു രീതിയിലാണ് അങ്ങനെ വെക്കുന്നത്. അപ്പം അതാ കണ്ടോ ഈ ആൻറ്റിയുടെ തലയിൽ വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ 2 സൈഡിലും തൂങ്ങി കിടക്കും കേട്ടോ. മുല്ലപ്പൂ വയ്ക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റീസ് പൂക്കളൊക്കെ അതിനകത്തുണ്ട്. എന്നിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ മാറി ഇവരുടെ എല്ലാവരുടെയും കയ്യിലുള്ള ആ തുണിയില്ലേ, അതിലേക്ക് അരിയൊക്കെ വാരി ഇട്ട് എന്നിട്ട് ലാസ്റ്റ് ഇതായി ഒരു ആരതിയും കൂടെ ഒഴിഞ്ഞ് പൂജ അവസാനിപ്പിക്കും. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഈ വിളക്ക് കത്തിക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് എന്താ തപ്പുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ഞാൻ പൂക്കൾ വാങ്ങിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും കേട്ടോ. ഞാൻ ഒരാഴ്ചത്തേക്ക് അങ്ങനെ മേടിച്ച് വെക്കും. അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാൻ വീണ്ടും താഴേക്ക് പോയി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ വരുമെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കൂടി ഇരുന്നു കേട്ടോ. നമ്മളുടെ പരിപാടികൾ ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുമായിരുന്നു. വൈകിട്ടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം തോന്നുന്ന സമയം ഒരു 6:30 ആയിട്ടുണ്ടാവും. ഞാനത് ഇതിനകത്ത് എന്തായാലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു പരിപാടികൾ. ഓ ഗൈസ്, നല്ല സൗണ്ടാണ് കേട്ടോ. അവിടെ കൊച്ചു കുട്ടികൾ കുറേ പേരുണ്ട്. അപ്പോൾ അവർ ഒച്ച വയ്ക്കുന്നതാണ്. അപ്പോൾ ഏട്ടനോട് ഞാൻ നേരത്തെ വരുമോ എന്ന് ചോദിച്ചു. ഏട്ടൻ നേരത്തെ വരുമോ എന്ന് എനിക്കറിയത്തില്ല. വരുവാണെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത്. എന്തായാലും ഇത്രയൊക്കെ തന്നെ. അപ്പം നമ്മൾ ഫംഗ്ഷനും പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പം ഡിന്നർ കഴിക്കാനായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. എനിക്ക് തീരെ വയ്യ ഡിന്നർ കഴിക്കാനായിട്ട്. അപ്പോൾ ഏട്ടനെയും കൂടെ കൂട്ടിയിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ ലേറ്റ് ആവും എന്നാണ് പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോൾ എന്തോ അർജൻറ്റ് വർക്കിലാണെന്ന് പറഞ്ഞു. അപ്പം ലേറ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ എനിക്കറിയില്ല ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന്. എനിക്കാണെങ്കിൽ വേണ്ട എന്നുള്ളതിലാണ് കേട്ടോ. കാരണം ഉച്ചയ്ക്ക് അതുപോലെ അവർ നിറയെ തന്നു കേട്ടോ. കാരണം നമ്മൾ കഴിക്കുമ്പോൾ വീണ്ടും ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വയറ് നന്നായിട്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് ഇനി ഡിന്നറിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല ഗൈസ്. സെയിം ഐറ്റംസ് എല്ലാം തന്നെയാണ് കേട്ടോ ഡിന്നറോളം. അപ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ എടുക്കുന്നെങ്കിൽ കുഴപ്പമില്ല, അവർ നമുക്ക് തരും. അപ്പോൾ അവർ നിറയെ തന്നുകൊണ്ടിരിക്കും. എനിക്ക് തന്നു തന്നെ വീണ്ടും തരും. ഓക്കെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കുറേ
എന്താ പറയുക, കുറേ നാളെന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പ്രോപ്പറായിട്ട് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നൊന്നുമില്ല. അപ്പം ഇനി നോക്കട്ടെ, ഏട്ടൻ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ ഡിന്നറിന് നമ്മൾ ഒരുമിച്ച് പോവും, താഴെ പോയി കഴിക്കും. അല്ലെങ്കിൽ ആൾക്ക് സമ്മതിക്കത്തില്ല കേട്ടോ, അല്ലെങ്കിൽ ഫുഡും കൊണ്ട് ഇവിടെ വരും, അതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, കാരണം അങ്ങനെയാണെങ്കിൽ ഞാനത് ഏട്ടന് കൊടുക്കും, എനിക്ക് വേണ്ട. അപ്പോൾ നോക്കണം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. പോകുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. പോകുന്നില്ല ഞാൻ പോകുന്നില്ലെന്ന് പറയാം. ഡ്രസ്സൊക്കെ മാറി ഒന്ന് സമാധാനമായി. ഇപ്പോൾ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് നല്ല സമാധാനമായി. ഞാൻ കണ്ണ് എഴുതി കഴിഞ്ഞാണ്ടല്ലോ, ഇങ്ങനെ കണ്ണ് തൂക്കുമ്പോൾ ഞാൻ ഒരച്ച് തേക്കും. പിന്നെ 2 കണ്ണും ഇങ്ങനെ കുറേ നേരത്തേക്ക് ചുമന്നിരിക്കും. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാൻ സിനിമ കാണട്ടെ കേട്ടോ. ഞാൻ ഒരു ഫിലിം കണ്ടു വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് പോയിട്ട് ഞാൻ കുറച്ച് നേരം കാണട്ടെ. പേട്ടൻ എന്തായാലും ലേറ്റ് ആവും എന്നാണ് എൻ്റെ ഒരിത്. ഓക്കെ, അപ്പോൾ എന്തായാലും സിനിമ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിത് രാത്രിയിൽ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. കാരണം ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടിക്ക് പെട്രോൾ അടിക്കാനായിട്ട് പോവാണ്. അപ്പം റെഡി ആയിരുന്നോളാം പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ നോർമലി ഏട്ടൻ വണ്ടിക്ക് പെട്രോൾ ഫില്ല് ചെയ്യാൻ പോകുമ്പോഴേക്കും എന്നെ കൂടെ കൂട്ടും കേട്ടോ. കാരണം അത് രാത്രിയിൽ തന്നെ ഏട്ടൻ ചെയ്തിടും പോകും. കാരണം പിറ്റേ ദിവസം രാവിലെ പെട്രോൾ അടിക്കാനായിട്ട് നിൽക്കില്ല, രാത്രി തന്നെ അടിച്ചിടും. അപ്പം ഞാനും കൂടെ പോകട്ടോ. അപ്പോൾ എനിക്കത് ഇവിടെ ജസ്റ്റ് തൊട്ടപ്പുറത്താണ്. ഇപ്പോൾ അവിടെ ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, ഇവിടെ ഇപ്പം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് തൊട്ടടുത്ത് തന്നെയാണെങ്കിൽ ഒരു കുറച്ച് ദൂരെ ഉള്ളെങ്കിലും ഞാൻ ആ ഡ്രൈവ് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ വന്നു കേട്ടോ. അപ്പം നമുക്ക് പോകുന്ന വഴി കാണാം. നടന്ന് താഴെ ചെന്നപ്പോൾ എനിക്ക് പണി കിട്ടി. ഏട്ടൻ്റെ പേഴ്സും ബോട്ടിലും എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ, ഫുള്ളിരുട്ടാണ്. കാർഡിന് വേണ്ടിയിട്ടായിരുന്നു പെട്രോൾ ഫില്ല് ചെയ്യാൻ. അപ്പോൾ നമുക്ക് മൊബൈലിൽ ശ്വാസം മുട്ടു, ലിമിറ്റ് വരില്ലല്ലോ. വെള്ളം കൂടെ എടുത്തിട്ട് വരട്ടെ. അപ്പം നമ്മൾ നേരെ പോയി പെട്രോളൊക്കെ അടിച്ചിട്ട് തിരിച്ച് വന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒത്തിരി നേരം സംസാരിച്ചിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 11:30 വരെ സംസാരിച്ചിരുന്നിട്ടാണ് ഞങ്ങൾ കിടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ കുറേ ട്രഡീഷൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണാനൊക്കെ പറ്റി. അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി വ്ളോഗാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് സീ യു.